മ്ലാവുകളും ആനികളും ഒന്നും കടുവയ്ക്കും പുലിക്കും പിടികൊടുക്കുന്നില്ല. ഓ, കടുവ വർഗമേ വലിയ സങ്കടത്തില. എന്നാ നിങ്ങള് കാട്ടിലേക്ക് ചെന്ന് കടുവ സമുദായത്തിന്റെ സങ്കടങ്ങൾ തീർത്തു കൊടുക്ക്. അത് കലക്കി. മോളെ ഋതികേ, എന്താ വല്യമ്മേ? അവിടെ നല്ല കാട്ടുതേൻ വിലക്ക് കിട്ടും. പോരുമ്പോഴേ 2 കുപ്പി ചെറുതേൻ വാങ്ങിച്ചോണ്ട് വരണം. വല്യമ്മയ്ക്ക് കുബൂസ് തേനിൽ മുക്കി കഴിച്ചു നോക്കാനാ. വാങ്ങിച്ചിട്ട് വരാം. കാട്ടുപോത്തിന്റെ ഇറച്ചിയൊന്നും വേണോന്ന് പറഞ്ഞേക്കല്ലേ. വന്യമൃഗങ്ങൾക്കെതിരെ ഏതെങ്കിലും വാക്ക് പറഞ്ഞാല് ഇപ്പൊ അകത്താവും. അല്ല, എന്നാ ഇനി താമസിപ്പിക്കണ്ട, പോവാൻ നോക്ക്. നേരെ ഒരുപാടായി. ഇവന്റെയും ഇവളുടെയും അന്ത്യയാത്രയാണിതെന്ന് ഇവർക്കാർക്കും അറിയില്ലല്ലോ. രാധമേ, ഒന്ന് വന്നേ. എന്താ പോലെ? ആ അംബിക അറിയാലോ രാധമ്മയ്ക്ക്. സൂക്ഷിച്ചോണം, മഹാ പോയ്സൺ അവര്. ഞാൻ സൂക്ഷിച്ചോളാം മോളെ. താണ്ട മോളെ, രാധമ്മയോട് പറഞ്ഞത് എന്താണെന്ന് വല്യമ്മയ്ക്ക് മനസ്സിലായി. അംബികയുടെ കാര്യല്ലേ. അവളെ ഇവിടെ ചിണിക്കാൻ ഞാൻ സമ്മതിച്ചു കൊടുക്കത്തില്ല. മോള് ധൈര്യമായിട്ട് പോയിട്ട് വാ. വന്നു. രാധമേ, അപ്പൊ ഞങ്ങൾ പോയിട്ട് വരട്ടെ. സന്തോഷത്തോടെ പോയിട്ട് വരേണ്ടിവരും. രാജു. ശരി മോളെ. രാധമേ, അവള് രാധമ്മയോട് പറഞ്ഞത് എനിക്ക് മനസ്സിലായി, എന്നെ സൂക്ഷിക്കണോന്ന്. അയ്യോ മാഡം, അവളെ ഞാൻ തെറ്റൊന്നും പറയുന്നില്ല. അവള് പറഞ്ഞത് ശരി തന്നെയാ. ഞാനേ ഒരു കുഴപ്പക്കാരിയായിരുന്നു. പക്ഷേ ഇപ്പൊ അങ്ങനെയല്ല. ഞാൻ ആളാകെ മാറിപ്പോയി രാധമ്മേ. ഇനി നല്ല കാര്യങ്ങൾ ചെയ്ത് ജീവിക്കണം. അതാ എന്റെ ആശ. വളരെ സന്തോഷം മാഡം. ഞാനേ ചില കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരുക്കത്തിലാ. ഒരു അനാഥാലയം തുടങ്ങണം. പാവങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ശ്രീലക്ഷ്മിയും നിങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ എനിക്ക് അറിയാൻ രാധമ്മേ. മകളുടെ പേരില് രാധമ്മ വല്ലാതെ നീറുന്നുണ്ട്. ആ രുക്മിണി എന്നെയും മോളെയും തമ്മിലും. അറിയാൻ രാധമ്മേ, ആ രുക്മിണി ഒരു പിശാച. അവര് മനുഷ്യ സ്ത്രീയൊന്നും അല്ല. ഋതുമോളും രാജുവും വിനോദയാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ശ്രീലക്ഷ്മിയും രാധമ്മയും തമ്മിലുള്ള വഴക്ക് ഞാൻ സോൾവ് ചെയ്തിരിക്കും, അതുറപ്പ്. മാഡം,